إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സത്യവിശ്വാസി വിശ്വാസിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന ജീവിതത്തെ എല്ലാ സന്ദർഭത്തിലും ഒരുപോലെ തഖ്വയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തത്തെ മറക്കാണ്ട് ഓരോരുത്തരൊട്ടിಗೆ ನೆನಪಾക്കിയിട്ടുള്ള വസിയത്താക്കിയിട്ടുള്ള നസീഹത്താക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവനനുസരിച്ചത് മുത്തഖിയായിട്ട് ചെയ്യിക്കുകയും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസിമാരെ, ജീവിതത്തിൽ പരസ്പര മറന്നു പോകേണ്ട പോലത്തെ ശ്രദ്ധിക്കാതെ പോകേണ്ട പോലത്തെ ഓരോ വിഷയത്തിക്കറ് എൻ്റെ ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിൽ നിങ്ങൾ മുന്നിൽ ചൊല്ലവും ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വിശ്വാസി അതല്ലെങ്കിൽ ഓരോ ആൾമാറും അശ്രദ്ധരായിട്ട് കൊണ്ട് നെഗ്ലക്റ്റ് ആക്കിയിട്ട് കൊണ്ട് ഒരു വിഷയത്തില് പിന്നൊരാളുടെ വിഷയത്തില് അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിക്ക് കൊസി ഉണ്ടാക്കുന്ന പോലത്തെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു വിഷയത്തില് ഇസ്ലാമിൽ എത്രമാത്രം വലിയൊരു ദറജയും ഇസ്ലാമിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള അമലു സ്വാലിഹാത്ത് ചൊന്തു പഠിപ്പായിട്ട് വിഷയത്തില് അശ്രദ്ധരായിട്ട് പോയത് കാണാൻ സാധിക്കണം. ഓർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്നിട്ട് അന്ന റജുലുൻ ജാഅ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്നു. അങ്ങനെ അയാൾ വന്നിട്ട് പിന്നെ ഫഖാല യാ റസൂലല്ലാഹ്, ഏ നബിയേ, നബിയോട് വിളിച്ചിട്ട് കേൾക്കുക എന്തായിരിക്കും അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, ആൽമാറിൽ വെച്ചിട്ട് ഏറ്റവും അല്ലാഹു ഇഷ്ടമുള്ള പോലത്തെ ആൽമാർ ആരായിരിക്കും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ രണ്ടാമത്തെ കേട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാറ ഇഷ്ടമുള്ള പോലത്തെ അമലു സ്വാലിഹാത്ത് എന്തായിരിക്കും? രണ്ട് വിഷയത്തിൽ കേട്ട് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്പഷ്ടമായിട്ട് ചന്തത്തോട് വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെ ആയിരിക്കും. ഒന്നാമത് ചൊല്ലത് ഫഖാല അഹബ്ബു الناس ഇല അല്ലാഹ്
അൻഫഉഹും ലിന്നാസ്. ഒന്നാമത്തെ ചൊല്ലി ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾമാർ ആരായിട്ട് ചൊല്ലുന്നുണ്ടെങ്കിൽ അതെ ആൾമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹു ചമ്മ ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർക്ക് ഏറ്റവും ഹൈർ നന്മ ഉണ്ടാക്കിയത് കൊടുക്കുന്ന ആൾമാർ. അതെ പരസ്പര ആൾമാരൊട്ടിക നല്ല രീതിയിൽ പെരുമാറ പോലത്തെ എന്തും ഏതും ഹൈർ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പോലത്തെ ആൾമാരില്ലേ, അങ്ങനത്തെ ആൾമാരായിരിക്കും അള്ളാഹു ഇഷ്ടമുള്ളത്. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ നമ്മൊന്ന് വെച്ച് കേൾക്കണം, കൈവച്ച് കേൾക്കുള്ളൂ. ഞങ്ങൾ ബാക്കിയുള്ള ആൾമാർക്ക് അത് നമ്മൾ കുടുംബത്തെ ആൾമാരോട് സഹോദരന്മാരോട്ടോ ആദർശ സുഹൃത്താവട്ടോ ആറുമാവട്ടോ അവരൊട്ടിക്കുള്ള ഞങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്തൊരു ഞങ്ങളുടെ മനസ്സിലുള്ള വിചാരെന്തര് അവർക്ക് എന്തായാലും ഹൈറുണ്ടാക്കിയത് കൊടുക്കണം ചൊന്ത അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടം ഉണ്ടാക്കിയത് കൊടുക്കണം ചൊന്തുള്ള ഫീലിംഗ് നമുക്ക് പണ്ടേ നമ്മൾ മനസ്സിൽ ആലോചന. അതായത് ഏറ്റവും ഹൈറുണ്ടാക്കിയത് കൊടുക്കുന്ന ആൾമാരായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ട ചൊന്തു. ഒന്നാമത് ആൻസർ. രണ്ടാമത്തെ വഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല യാർ ഇഷ്ടമുള്ള പോലത്തെ അമൽ സാലിഹാത്ത് അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ സുറൂറുൻ തുദ്ഖിലുഹു അലൽ മുസ്ലിം. ഇതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ വിഷയം. അതായത് ഒരു മുഅ്മിനായിട്ട് ഒരു മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ കൊസി ഉണ്ടാക്കിയത് കൊടുക്കുന്നതായിരിക്കും അല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ള അമൽ സാലിഹാത്തിൽ നോക്കൊരു ഒന്നാമത്തെ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി അതായിരിക്കും ഞങ്ങളെ സഹോദരന്മാർ മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ കൊസി ഉണ്ടാക്കിയത് കൊടുക്കും. എന്തെല്ലാം വിഷയമുണ്ടോ, എത്ര വിഷയമുണ്ടോ, ഈ വിഷയത്തിൽ നിങ്ങൾ എത്ര മാത്രം ശ്രദ്ധിക്കണം. അപ്പൊ ഒന്നാമത് ചൊന്നത് നിങ്ങൾ പരസ്പര മനസ്സിന് വേണ്ടിയിട്ട് ഒരു കൊസി ഉണ്ടാക്കിയത് കൊടുക്കും വലിയൊരു അമൽ സ്വാലിഹ് അല്ലാഹു ഇഷ്ടമുള്ള പോലത്തെ അമൽ സ്വാലിഹാത്തായിരിക്കും പഠിപ്പാടി തന്നത്. രണ്ടാമത് ചൊല്ലൊരു മനുഷ്യന്മാരെ ചമ്മ കഷ്ടപ്പാടിക്കും ബേജാറിക്കും ഇങ്ങനത്തെ കഷ്ടം ബേജാറുമിക്കും ആ ഒരു കഷ്ടത്തെ നീക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കരുത്. ഏറ്റവും നല്ല പോലെ അല്ലെങ്കിൽ അല്ലാഹു ഇഷ്ടമുള്ള പോലെ അമൽ സ്വാലിഹാത്തായിരിക്കും. മൂന്നാമത്തെ ചൊല്ല ഔ തഖ്തി അൻഹു ദൈന കടത്തെ വീട്ടോക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കുന്ന പോകുന്നത് കട ചൊല്ലത് ആ കടത്തെ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും വീടുള്ള ആൾമാരായിരിക്കും. അങ്ങനത്തെ കടമാത് എടുത്തത് കഷ്ടത്തിൽ ഇക്കറ പോലത്തെ ആൾമാർക്ക് സഹായിക്കരുത്. അത് വീട്ടോക്ക് വേണ്ടി എന്തെല്ലാം രീതിയിൽ ആ ഒരു വിഷയത്തിൽ സഹായിക്കുക അവര ഹെൽപ്പ് ആക്കുക അതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമൽ സ്വാലിഹാത്തായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി. അതേപോലെ നാലാമത്തെ ചൊല്ലത് തത്വദു അൻഹു ജൗ. അതായത് പൈച്ചത് പസിലിക്കുന്ന പോലത്തെ കഷ്ടത്തിൽ അങ്ങനെ പൈച്ചതിക്കുന്ന പോലത്തെ ആൾമാർക്ക് അങ്ങനെ പസി നീട്ടി കൊടുക്കൂ തിന്നു പാട്ടവും വേണ്ടി ശ്രദ്ധിക്കുന്ന പോലത്തെ ഒരു അമൽ സ്വാലിഹാത്ത് അല്ലാഹു യാർ ഇഷ്ടമുള്ള അമൽ സ്വാലിഹാത്തായിരിക്കും. അങ്ങനെ അഞ്ചാമത്തെ ചൊല്ലത് അതെ ഒരു വിശ്വാസിയുടെ ഒരു സ്വർത്തക്ക് വേണ്ടിയിട്ട് ഒരാൾ എന്താക്കുന്നത് ഒരാളെ ഹാജത്ത് പൂർത്തിയാക്കാൻ വേണ്ടി എന്താ പേരോട് കൊണ്ടു അംശി മാ അഖി ഫി ഹാജത്തിൻ അഹബ്ബു ഇലൈ മിൻ അൻ അഹ്തഖിഫ ഫി ഹാദൽ മസ്ജിദ് യാനി മസ്ജിദിൽ മദീനത്തി ഷഹ്റ. ഒരു നല്ല പള്ളിയിൽ വെച്ചത് മദീനത്തെ പള്ളിയിൽ വെച്ചത് ഒരു തിങ്കൾ ഇഅ്തികാഫ് ദീക്റകാണ്ടി യാർ ഞാൻ ഇഷ്ടപ്പെട്ടത് സഹോദരരെ അവന്റെ ഹാജത്ത് അവന്റെ എന്തൊരു ആവശ്യമുണ്ടോ ആ ഒരു ആവശ്യത്തിന് വേണ്ടി അവനൊട്ടിക്ക് പോയിട്ട് അവൻ എന്താണ് ഹെൽപ്പ് ആക്കുക അവര അതിൽ പേരോട് പോണ്ടത് ഏറ്റവും ഹൈറായിട്ടിക്കറ് മദീന പള്ളിയിൽ ഒരു തിങ്കൾ ഇഅ്തികാഫ് ദീക്റതിനെ കാട്ടി ശ്രേഷ്ഠമാണ് ചൊന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുമ്പോൾ അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള അമൽ സ്വാലിഹാത്തായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പരസ്പര പരസ്പര വിശ്വാസിക്കാവട്ടോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഞങ്ങൾക്ക് ഒരു കൊസി ഉണ്ടാക്കിയിട്ട് കൊടുക്കുക സാധിക്കുക ആ ഒരു വിഷയം ഞങ്ങൾ മുന്നോട്ട് പറഞ്ഞു. ഒന്നാമത്തെ ചൊന്നൊരു വിഷയം ഈ ഹദീസിൽ വിശദീകരിച്ച് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വിഷയം എടുത്ത് നോക്കാം. ഇദ്ഖാലു സുറൂർ അലൽ മുസ്ലിം മുസ്ലിമായിട്ടുള്ള ഒരാളുടെ ഹൃദയത്തിൽ കൊസി ഇട്ടത് കൊടുക്കുന്നതായിരിക്കും. പരസ്പരം ഒരു കൊസിയെ പൽക്ക ചൊന്തു കൊടുക്കുക, പരസ്പരം ഞങ്ങൾക്ക് തിന്നുപാട്ടിട്ട് ഒരു കൊസിയാക്കാം. ഏതെല്ലാം രീതിയിൽ ഒരു മനുഷ്യന്മാരായിരിക്കും പല രീതിയിൽ ഇമോഷൻസ് ബേജാറും എല്ലാ ടൈമിലും കൊസിക്കും ചൊന്തില്ലേ. ചില ടൈമിൽ ടെൻഷനും ബേജാറും ഫാമിലിയും മക്കൾക്കും അങ്ങനെ വേറെ വേറെ വിഷയിക്കും. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പോയിട്ട് പരസ്പരം തെച്ചിട്ട് ഒരു ചന്തത്തെ മുണ്ടിട്ട് ഒരു മനസ്സിൽ ഒരു കൊസി അവർ പോയിട്ട് ഒരു പൽക്ക് ചൊല്ലുണ്ടെങ്കിൽ അത് മാത്രം എത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള അമൽ സ്വാലിഹത്ത്. ഞങ്ങൾക്ക് സമ്പത്ത് കൊടുത്ത് കൊസിയാക്കാൻ ചൊന്തില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാവിൽ ഇതുകൊണ്ട് ഏറ്റവും നല്ല നല്ല പൽക്ക ചൊന്ത് ഒരാളെ മനസ്സ് കൊസിയാക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമൽ സ്വാലിഹത്തായിരിക്കും. നമുക്കൊരു ഒരു മനുഷ്യന്മാർ ചെന്നുണ്ടെങ്കിൽ പുറത്തായിട്ട് ചെയ്യിക്കുക സാധിക്കുന്ന പോലത്തെ ഒരു ആൾമാരല്ല, കൂട്ടമായിട്ട് ചെയ്യിക്കുന്ന പോലത്തെ ആൾമാരായിരിക്കും. ആർക്കും സിംഗിളെ തക്ക് നാണയമായി അല്ലെങ്കിൽ ഞാൻ ഒത്തം ഇങ്ങനെ അങ്ങനത്തെ ഒരാളല്ല.
എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് പരസ്പരം ഒട്ടിക്ക് ചെയ്തിരിക്കുന്നത് ആത്മാരെ. അപ്പൊ നിങ്ങൾ പരസ്പര എല്ലാവരും ഒട്ടിಗೆ ഐക്യത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഞങ്ങൾ ഒട്ടിക്കുള്ള ചൊത്തുള്ളൊരു ഒരു അവസ്ഥ ഒരു ഉണ്ടാവും. മുഅ്മിന്റെ ക്വാളിറ്റിയിൽ അങ്ങനെ എത്തിക്കുന്ന പടിപാടില്ല. മുഅ്മിൻ ചെന്നെങ്കിൽ ഒരു ബിൽഡിംഗ് പോലെ എത്തിക്കുന്നത്. ബിൽഡിങ്ങിൽ ഓരോ പില്ലറും ഓരോ കല്ലും പരസ്പരം എത്രമാത്രം കെട്ടി നിൽക്കാം ഇതുപോലെ എത്തിക്കുന്നത്. മുഅ്മിനിങ് പരസ്പരം എന്തും ഏതും ഒട്ടിക്ക് നിൽക്കുന്ന ആൾമാരെ എത്തിക്കുന്നത്. അവന്റെ കൊസിക്കും അവന്റെ ബേജാർക്കും ഞങ്ങളില്ല, ഞങ്ങളുടെ വിട്ടു കൊടുക്കറില്ല, അവന്റെ നെഗ്ലെക്ട് ആക്കിയത് അവന്റെ ആളുകൾ അവന് പോയി പോട്ട് ചൊല്ല പോലത്തെ ആൾമാരല്ല മുഅ്മിൻ. മുഅ്മിൻ ഒട്ടിക്ക് ഇക്റാറ് അവൻ എന്ത് ബേജാർ മുഖം നോക്കുമ്പോൾ ബേജാറ് എന്ത് നിൽക്കൊരു ബേജാറുണ്ട് നീ ചൊല്ലു നമുക്ക് നങ്ങാക്ക. അതായത് ഒരു വിശ്വാസ ക്വാളിറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാടി ഇങ്ങനെയുള്ള പരസ്പര കൊസിയും അല്ലെങ്കിൽ പരസ്പര അപരിപര ഹെൽപ്പ് ആക്കുക നിൽക്കണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൊസിയാക്കുക അല്ലെങ്കിൽ പരസ്പര ഇഹ്സാനാക്കുക പരസ്പരം നല്ലതാക്കുക വേണ്ടി പ്രയത്നിച്ച് എതിർപണ്ട് പോലത്തെ ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു. അങ്ക് നല്ലതല്ലാതെ ജസാ ബാരില്ല. അങ്ക് എന്തൊരു നല്ലതിന് വേണ്ടി അങ്ക് ഇന്നിട്ട് സഹായിക്കൂ ഭർത്താരമാ അങ്ങനത്തെ ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു ഏറ്റവും നല്ലതായിട്ട് അല്ലാഹു കൂലി കൊടുക്കുന്നു, പ്രതിഫലം കൊടുക്കുന്നു. സ്വന്തമായിട്ട് പരസ്പരം നിങ്ങൾക്ക് ചെറിയ ചെറിയ നന്മലും നിങ്ങൾക്ക് എന്താകാം മുന്നോട്ട് പറ ഓർമ്മ വിശ്വാസിരെ ഒരാൾ ഒരു മനസ്സ് കൊസിയാക്കുമ്പോൾ ചെറിയ ചെറിയ അമൽ സ്വാലിഹാത്തുമായി ഒരാളെ മുഖം നോക്കിയത് മനസ്സറിഞ്ഞ് ഇത് ചിരിക്കുന്നത് പോലും ഒരു കൂലിയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. ഒരാളെ മുഖം നോക്കിയത് മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് പോലെ അതൊരു സദഖത്ത് ഒരു കൂലിയുണ്ട്. ഒരു മനസ്സ് അറിഞ്ഞിട്ട് ഒരാളെ മനസ്സ് നോക്കി മുഖം നോക്കി ചിരിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ ഏതെങ്കിലും ഒരു ബേജാർ ടെൻഷൻ നിൽക്കുമ്പോൾ ഈ മുഖത്തൊരു ചിരി നോക്കുമ്പോൾ ഹൃദയത്തിലൊരു കുസിപ്പോൾ കൂലി നമുക്ക് കിട്ടും സാധിക്കും ചൊല്ലുമ്പോൾ നമ്മൾ ചില ആൾമാർക്ക് പരസ്പരം മുഖം നോക്കുകയും ബേജാർ മുഖത്ത് മുഖം നോക്കില്ല, സലാം പരസ്പരം ചൊല്ലുകയാവില്ല, എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ വിഷയത്തില് പണിക്ക് തേക്കുന്ന ആൾമാർ. ഇങ്ങനല്ല മനസ്സ് തുറന്നത് ഒട്ടിക്ക് പിരിസപ്പാട്ടിലിരിക്കുന്ന പോലത്തെ ആൾമാരായിരിക്കുന്നു വിശ്വാസം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചൊല്ലൊരു പലക കാണുന്നു, മൻ അദ്ഖല സുറൂറ ഖൽബി അഖീഹി അദ്ഖലഹു അല്ലാഹു സുറൂറ അലാ ഖൽബിഹി ഫി ദുനിയ വൽ ആഖിറ. ഒരാൾ ഹൃദയത്തിൽ കൊസിയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കലാണ്, പരിശ്രമിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊസിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ ദുനിയാവിലും പരലോകത്തും ഒരു കൊസിന് വേണം. അപ്പൊ ഞങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൊസി കിട്ടണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആൾമാർക്ക് അങ്ങനെ ഹൃദയത്തിൽ കൊസിയിട്ട് കൊടുത്ത് ശ്രദ്ധിക്കണം. അതിൽ ആരെ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ഔത്തിക ബന്ധമുണ്ടെങ്കിൽ ഒന്നാമത് നിങ്ങൾ ഏറ്റവും മുട്ടുള്ള പോലത്തെ ഞങ്ങളെ പരസ്പര ജോഡിയായിട്ടുള്ള ബെഞ്ഞൈ മാപ്പിളമാറും പരസ്പര മക്ക അതേപോലെ ഉമ്മ അപ്പന്മാർ പരസ്പര മക്കളും നോക്കൊരു നോക്കരു ഇത്ര നല്ല നല്ല പൽക്ക് ചൊത്ത് കൊടുക്കാൻ സാധിക്കും. ഒരു പെഞ്ഞായി മാപ്പിളൊട്ടി ഏറ്റവും നല്ല നല്ല പൽക്ക് കൊടുത്ത് മനസ്സിൽ കൊസിയാക്ക. മാപ്പിളമാർക്ക് പരസ്പര ബെഞ്ഞൈമാരൊട്ടിക്കുള്ളിൽ ഒരു അങ്ങനെ വിഷയത്തിൽ പൽക്ക് പറഞ്ഞ് എത്ര മാത്രം കൊസിയങ്ങൾ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കാം. എത്ര ആൾമാർ ഇന്ന് കുടുംബം പോലും ഒന്നായി തിക്കേണ്ട ആൾമാർ ജെണ്ടായി തിക്കുന്ന പോലത്തെ കാണുന്ന സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഇന്ന ഒരു ചെറിയ വിഷയത്തില് പരസ്പര അർസായി തലയിൽ പൽക്കത്തിൽ ജോറായിട്ട് അത് പൊട്ടിത്ത് രണ്ട് പീസായിട്ട് ഒരേ മതം അല്ലെങ്കിൽ ഒരേ റൂമുകളും ഒട്ടിക്ക് തയ്ക്കുമ്പോഴത്തേക്കും ജെണ്ടാലായിട്ട് അല്ലെങ്കിൽ ഒട്ടിക്കൊണ്ട ആൾമാർ ജെണ്ടായി തിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ സമൂഹത്തിൽ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഇക്കൊന്ന ആൾമാരല്ല പരസ്പരം എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ വിഷയിക്കും അതൊരു വിഷയത്തിൽ ശരിയാക്കിയത് മനസ്സ് ഒരു കൊസിയാവർ പോലത്തെ പൽക്ക ചൊന്തു ഇതൊരു ശരിയാവുന്ന പോലത്തെ വിഷയത്തിക്കും പരസ്പരം നിങ്ങൾ ചങ്ങായിമാരിടും നല്ല നല്ല വിഷയം ചൊന്തു അങ്ങനെ ഹൃദയത്തിൽ നല്ല കൊസി ഉണ്ടാക്കിയിട്ട് കൊടുക്കലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ ഒരു വിഷയം ശ്രദ്ധിക്കലുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടുള്ള നേബർസിന് ആ നേബർസിനെ കണ്ടിയോ ഞങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യിക്കൊണ്ട് ശ്രദ്ധിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒട്ടിക്കും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യിക്കലുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിൽ കൊസിയിട്ട് കൊടുക്കുന്ന ശ്രദ്ധിക്കലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും പരലോകത്തിലും നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു കൊസിയിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അതേപോലെ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് ചൊല്ലുന്ന ഒരു 3 പോയിന്റ് ഉണ്ട്. ആരെയും ശ്രദ്ധിക്കുന്ന പോയിന്റ് ഏത് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ട് ചൊന്ന് ശ്രദ്ധിക്കണം. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം. ഇല്ലം തൻഫഉഹു ഫലാ തദുറഹു. ഒന്നാമത് ചൊന്നത് നിങ്ങൾക്ക് വേറൊരാൾക്ക് നല്ലതുണ്ടാക്കി കൊടുക്കുക ആവില്ലേ ഞങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകൾ ഇനോർത്തേക്ക് ഞങ്ങൾക്ക് ഹൈറുണ്ടാക്കി കൊടുക്കുക സാധിക്കില്ല വരിക ഇനോർത്ത് ഉപദ്രാക്കുമ്പോണ്ട അവർക്ക് ഷർറുണ്ടാക്കുമ്പോണ്ട അത് നിങ്ങളെ പൽക്കത്തിലാവും നിങ്ങൾ ഫിനാൻഷ്യലാവും ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആക്കുവാറ് അതാക്കും ഇല്ലേ ഉപദ്രാക്കുമ്പോണ്ട
രണ്ടാമത് ചൊല്ലു വൈലം തസറുഹു ഫലാ തം. അതായത് നമുക്ക് ബാക്കിയുള്ള ആൾമാർക്ക് ഒരു കുസി ഉണ്ടാക്കും, അവരുടെ ആ കുസി ഉണ്ടാക്കി കൊടുക്കും. ഇനി ഇൻ കേസ് നമുക്ക് ബാക്കിയുള്ള ഏതൊരു രീതിയിൽ ഒരു മനസ്സിന് ഒരു കുസി ഉണ്ടാക്കി കൊടുക്കുക ആവല്ലേ, അങ്ങനെ ബേജാറാക്കപ്പെട്ടണ്ട. ചില ആൾമാർക്ക് ബായി തുറന്നുണ്ടെങ്കിൽ അങ്ങനെ ബായിൽ നിന്ന് പണ്ട് ഓരോ ഹർഫ് പോലും ചില മനസ്സ് കുത്തിട്ട് നമ്പലാക്കുന്ന ചൊല്ലി എത്ര ആൾമാരുണ്ട്. ഞങ്ങളുടെ പ്രത്യേകിച്ചുള്ളൂ ഞങ്ങളുടെ നിമിത്ത് ഒരു ഹൈർ ഒരാൾ ഉണ്ടാക്കുക ആവില്ലേ, നിങ്ങൾ നിമിത്ത് ഒരു ഷർറും ഇല്ലാതിക്കും ശ്രദ്ധിക്കും. കാരണം ഞങ്ങൾ ചൊല്ലി ഞങ്ങൾ നിമിത്തുണ്ടാവും ഓരോ ഷർറും പരലോകത്ത് നഷ്ടപ്പെട്ട് പെടുത്തി പോയിട്ടുള്ളത്. മൂന്നാമത് ചൊല്ലു വൈലം തംദഹു വൈലം തംദഹു ഫലാ തദമു. അതായത് നമുക്ക് പരസ്പരം ഒരാളെ അപ്രീഷിയേറ്റ് ആക്കുക ആവുന്നുണ്ടെങ്കിൽ അവനെ കീഴാക്കണ്ട. ചില ആൾമാർ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നല്ല ഒരു പൊസിഷനിൽ എത്തിയാറ്, ചില മക്കൾ ഞങ്ങളവിടെ ഖുർആൻ ഓതിയാറ്, ഹിഫ്ലാക്കിയാറ്, ഖുർആൻ പഠിച്ചാറ്, ഓരോ പൊസിഷൻ മേൽ വന്ന് പരസ്പരം ഞങ്ങളെ കാണുമ്പോൾ ചങ്ങായിമാരോട്ട് കുടുംബത്തിലുള്ള ആൾമാരോട്ട് ഏതെങ്കിലും ഒരു നല്ലൊരു അവസ്ഥയ്ക്ക് എത്തുമ്പോഴത്തേക്കും മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്, മാഷാ നിന്റെ ഒരു ഈ പൊസിഷൻ അല്ലെങ്കിൽ നീ ഒരു ആക്കി പോയ ഒരു അമലുസ്വാലി നീ ആക്കിയ ഒരു പ്രവൃത്തിയിൽ അപ്രീഷിയേറ്റ് ആക്കുന്ന വിഷയത്തിൽ നല്ല വിഷയമായിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് അതായത് ഒരു സയന്റിഫിക് അതിലെ ബയോളജിക്കൽ ആയിട്ട് ഒരു മനുഷ്യന്മാർ ഫിത്രത്തിലേക്ക് എന്തെങ്കിലും ആരെയും പരസ്പരം നല്ലത് ചെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒരു കൊസ്യാവും. ഇനോർക്കും ആ ഒരു വിഷയം ഇനും അതൊരു വിഷയത്തിൽ ബെറ്റർ ആക്കി അല്ലെങ്കിൽ ഇനും പുതിയതായിട്ട് എന്തെങ്കിലും ആക്കുക മനസ്സിൽ ഫീലിംഗ് ആണ്. അതെ നമ്മൾ ശ്രദ്ധിക്കുന്നതായത് ബാക്കിയുള്ള അങ്ങനെ വിഷയത്തിൽ തഖ്ദീർ അല്ലെങ്കിൽ അങ്ങനെ വിഷയത്തോട് നല്ലത് ചൊന്നു കൊടുക്കുക അപ്രീഷിയേറ്റ് ആക്കുക നമുക്ക് ആവില്ലുണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കുന്നു ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും ഹൈറായത്. ഞങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു നല്ലതാക്കിയപ്പോ ഞങ്ങളുടെ ഒരു മുതുക് കൈയടിച്ചിട്ട് മാഷാ അല്ലാഹ് നല്ല സ്വറായിത്തികൾ ആക്കിച്ചു ഞങ്ങളുടെ മനസ്സിൽ എത്ര കൊസിയാവില്ലേ. ഇതേപോലെ പരസ്പരം ഞങ്ങളുടെ വിശ്വാസമാരെ ആൾമാരുടെ ഒരു നല്ലൊരു വിഷയം ചൊന്തു അവരെ അതായത് അപ്രീഷിയേറ്റ് ആകും ഞങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ അത് ഭാര്യയിലെ കൂലിയുള്ളതായി തീരും. പിന്നെ ഒന്ന് നെൻപാക്കുള്ളേ ഇതേ വിഷയം ലാസ്റ്റ് പോയിന്റ് ഒരാളെയും കീഴാക്കണം. ഒരാളാക്കിയ നല്ല വിഷയത്തെ പോയിട്ട് നീ എന്ത് ചെയ്യാൻ സ്വറാക്കി ആറ് വേണം. ഒരു വിഷയം ചൊല്ലുണ്ടെങ്കിൽ കഞ്ഞൂർ റമദാനുണ്ട് പള്ളിയിൽ ക്ലാസ് എടുത്ത് വയ്ക്കുമ്പോൾ മക്കളെല്ലാം തെച്ച് തിന്നാറ് പള്ളി വന്ന് അപ്പം ചൊന്നാർ നാളെ വെള്ളിയാഴ്ചല്ലേ അല്ലെങ്കിൽ നാളെ ക്ലാസ് ഉള്ള നാളെ നെക്സ്റ്റ് വീക്കിൽ ക്ലാസ് നാളെ എന്തെങ്കിലും ഫുഡ് എടുത്തോണ്ട് ഒട്ടിക്ക് തെച്ച് നോമ്പ് തുറക്കാം. ഇങ്ങനെല്ലാം എടുത്തത് പത്ത് നോമ്പ് തുറക്കും മക്കളെല്ലാം ഫുഡ് എടുത്തോണ്ട് ശരി ശരി മക്കൾ എത്തിയില്ല ഒരു 10ാം ക്ലാസ്സിലും അതിലൊഴുകയും പഠിക്കുന്ന മക്കൾ അങ്ങനെ ഒരു കൊസിയിൽ ഒട്ടിക്ക് നോമ്പ് തുറക്കും. അപ്പൊ അവിടെ ഒരു പലമ്പൊരാൾ കേൾക്കുന്നത് നിങ്ങൾക്കെല്ലാം വേറെ സോറിയില്ലേ ഇതെല്ലാം കൊമ്മണ്ട് ആവശ്യം ഇവിടെ നമിയില്ലേ ആക്കൂ നിങ്ങളൊരു ഫുഡ് ഔത്തിൽ ഇത് കൊമ്മ കൂടെ വന്ന് ബിർക്കോകും മധുരയുടെ വന്നോകും നിങ്ങൾക്ക് ഇത് ഔത്ത് വയ്ക്കാവില്ലേ ഒരു മക്കളെ മനസ്സിൽ കൊമർമത് ഒരു അപ്രീഷിയേറ്റ് ആക്കണം. മാഷാ അല്ലാഹ് നീ ഇത്രയും ബനാറല്ലേ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്താക്കട്ടെ അള്ളാഹു നിങ്ങൾക്ക് ഹൈറിട്ട് തട്ട് ചന്തു നമ്മുടെ മനസ്സിൽ ഒരു കൊസിട്ട് കൊടുക്കുന്നല്ലാതെ അങ്ങനത്തെ ചെറിയ മക്കളെ പള്ളിക്ക് വരുമ്പോൾ അപ്രീഷിയേറ്റ് ആക്കത്തെ ഇങ്ങനെ നെഗ്ലെക്ട് ആക്കിയത് പറഞ്ഞ് ദൂരാക്കണമെങ്കിൽ അങ്ങനെ എപ്പോൾ നമ്മൾ പള്ളി വന്ന് ഖിദ്മത്ത് എടുക്കരുത് പള്ളിയിൽ വന്ന് ഒട്ടിക്ക് ദീന്റെ വിഷയത്തിൽ പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന വിഷയം ജാഗ്രത. ഞങ്ങൾ ബായിൽ നിന്ന് പണ്ട് ഓരോ ഹാർഫും പൽക്കയും ജാഗ്രത ആക്കണം. നല്ലത് മാത്രമേ ചൊല്ലൂ ട്രൈ ആക്കണം. അതെ നല്ലതില്ലെങ്കിൽ നല്ലത് ചൊല്ല ഇല്ലാണ്ടെങ്കിൽ മുണ്ടാതെ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത് പിന്നോട് വിഷയത്തികൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ പരസ്പരം മതഹാക്കണമേ നല്ലത് ചൊല്ലണമേ വിഷയത്തിൽ നോക്കൊരു ഔത്ത് നമുക്ക് ജാവുമ്പോൾ ഹിദ്മത്താക്കരെ ഞങ്ങൾ ഉമ്മമാറുണ്ട് ഞങ്ങളെ പെഞ്ഞൈമാറുള്ള അങ്ങാക്കി തങ്ങളുടെ ഫുഡ് വിഷയം തിണ്ടത് തേങ്ങിട്ട് സീര പോണ്ടതല്ല ഓരോ ഫുഡ് വിഷയത്തും സിഫത്ത് ചൊല്ലൂರು അങ്ങാക്കി ജാവുമ്പോൾ അധ്വാനാക്കി വന്ന വിഷയത്ത് നല്ല ഇരു മാഷാ അല്ലാഹ് അടിപൊളി ഫുഡ് ആയിത്തിക്കറ് തിന്നുമ്പോൾ ഒരു കൊസിയാവും നല്ലൊരു ഫീലിംഗ് ആവും അങ്ങനെ മനസ്സുക്ക് ഒരു കൊസി കിട്ടും ജാവുമ്പോൾ അധ്വാനാക്കി ഞങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കാറ്. അങ്ങനെ പരസ്പരം ഞങ്ങൾ പെഞ്ഞൈമാർക്ക് ഒരു നല്ലത് ചൊല്ലു ശ്രദ്ധിക്കണം. അതേപോലെ തിരിച്ചതും മനസ്സിൽ ജാവുമ്പോൾ അധ്വാനാക്കിയത് ഞങ്ങൾക്ക് വേണ്ടി ഒന്നൊന്ന് എടുത്തു പറഞ്ഞതും മനസ്സറിഞ്ഞ് ഞങ്ങൾ അപ്രീഷിയേറ്റ് ആക്കും അങ്ങനെ മതഹാക്കറു മാഷാ അല്ലാഹ് നീ ഇന്ന് തന്ന ഗിഫ്റ്റും ഇന്ന് കൗതുകം പോലത്തെ ഒരു ഈ വസ്തു എത്രമാത്രം ഞങ്ങൾക്ക് കൊസി ചെയ്ത് എത്രമാത്രം നല്ലുണ്ട് ഏതെല്ലാം രീതിയിൽ ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങൾക്ക് ഒരു കൊസി ചൊല്ലോകാവറാം. അത് മാത്രമല്ല പരസ്പരം നോക്കുന്ന ഉമ്മാപ്പമാർ മക്കമാരൊട്ടിയ ഞങ്ങളുടെ മക്കമാരും പേരൻസിന് വിഷയത്തിൽ ഞങ്ങളൊരു മതഹാക്കറും ഇത്രമാത്രം ജാവുമ്പോൾ മധ്വാനാക്കിയത് ഞങ്ങളെ ബലത്തിട്ട് ഇന്ന് തുടങ്ങിനെ ആക്കിയത് ഞങ്ങൾ ഇത്ര വെള്ളിയാക്കിയപ്പോ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം കൊടുത്ത് ഞങ്ങളെ മതഹാക്കറും അങ്ങനെ പോകരുത് ചൊല്ലു ഞങ്ങളുടെ മനസ്സിൽ ഒരു കൊസിയാവുള്ളൂ. ആ ഒരു കൊസിയുമായി പരലോകത്തെ വിജയിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി പേരൻസ് എന്നുള്ള വിഷയത്തിൽ
ആ ഒരു വിഷയം എത്ര ആൾമാർ ശ്രദ്ധിക്കാതെ കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതായിരിക്കും. പേരൻസിന്റെ മനസ്സ് കൊസിയാക്കോ വേണ്ടി ശ്രദ്ധിക്കുന്നു. കാരണം പെഞ്ഞായിമാർ കൊസിയാക്കോ വേണ്ടി എന്തൊക്കെ അത് കൊടുക്കുവാറ്. അതായത് നാളെ ഉമ്മ അപ്പമാർക്ക് വേണ്ടി ഒരു മനസ്സ് കൊസിയാക്കോ വേണ്ടി എന്തെല്ലാം കൊടുക്കുന്നത് ശ്രദ്ധിച്ചാ അതും നാം ശ്രദ്ധിക്കണമേ. ഇന്നൊന്നായിരിക്കും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഹൃദയത്തിക്ക് വിശ്വാസം ഹൃദയത്തിൽ കൊസിയാക്കുള്ള പോലത്തെ ഒരു വിഷയത്തിക്ക് ഇത് ഹാല് സുറൂറില് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് ഹദീസ് തഹാദു തഹാബു, നിങ്ങൾ പരസ്പര ഗിഫ്റ്റ് കൊടുക്കൂ, പരസ്പര മനസ്സിൽ കൊസി ഉണ്ടാക്കി കൊടുക്കൂ, പരസ്പര അപ്പർ ഇപ്പർ ഉണ്ടാക്കൂ, നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കൂ. അതെന്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു കൊസി അല്ലാഹു സുബ്ഹാനഹു ഗിഫ്റ്റ് തന്നെ എത്തിക്കരുത്. പരസ്പരം പെഞ്ഞൈമാർമാരോട്ടോ നിങ്ങൾ ചെങ്ങൈമാരോട്ടോ ആദർശ ബന്ധത്തിലുള്ള ആൾമാരോട്ടോ ആറുമാട്ടോ ഒന്നാമത്തെ ചൊല്ലത്ത് നിങ്ങൾ മുട്ടത്തിലേക്ക് കുടുംബത്തിലേക്ക് തുടങ്ങും ചെന്തെത്തി പരസ്പര എന്തെങ്കിലും ചെറിയ വിഷയമായിട്ട് ഗിഫ്റ്റ് കൊടുത്തത് നിങ്ങൾ ഒരു കൊസി ആക്കും. അവത്തു ചില മക്കള് ഖുർആൻ ഓതിയതും പഠിച്ചത് മേല് വരുമ്പോഴത്തേക്കും അങ്കൊരു കൊസിയിൽ മാഷാ അല്ലാഹ് നീ പഠിച്ചത് ഇത്ര വലിയ ഇത് ഒരു ഗിഫ്റ്റ് ചെറിയൊരു 5 ചോക്ലേറ്റ് ആയിരിക്കും. അത്ര നിങ്ങളുടെ മനസ്സിലൊരു കൊസി ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുത്തത് നിങ്ങളുടെ മനസ്സിൽ കൊസി ഉണ്ടാക്കും. ശ്രദ്ധിക്കണമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ ഹൃദയത്തിൽ കൊസിയാക്കുന്ന വിഷയം ഏറ്റവും നല്ലൊരു വിഷയത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടിയത് എന്നൊന്നു ഒരു വിശ്വാസ ഹൃദയത്തിൽ കൊസി ഉണ്ടാക്കുന്ന പോലെ ഒരു വിഷയത്തിൽ എന്നൊന്നായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമലു സാലിഹാത്ത് എന്തായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് എന്തായിരിക്കും? ഒന്നാമത് തുത്ഇമു തആം വതഖറഉ സലാം അലാ മൻ അറഫത വമൻ ലം യഅരിഫ്. അതായത് നിങ്ങൾ സലാം ചൊല്ലുന്നത് ഇന്ന് നോക്കൊരു സലാം ചൊല്ലുന്നത് ഇങ്ങനെ പോയി. ചില ആൾമാർ സലാം ചൊല്ലോ ടൈം ഇല്ല, സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബിസി ആയിട്ട് ഇങ്ങനെ സലാം ചൊല്ല ആൾമാരെ പിടിയുള്ള ആൾമാർക്ക് പരിചയമുള്ള ആൾമാർക്ക് മാത്രം സലാം, പരിചയമില്ലാത്ത ആൾമാരുടെ എന്തുമില്ല. അങ്ങനല്ല, എല്ലാ ആൾമാരുടെ സലാം ചൊല്ലണം. പരിചയം ഇന്നങ്ങയും ഇല്ലാത്ത ആൾമാരുടെ എല്ലാവർക്കും മനസ്സിലാക്കി സലാം ചൊല്ലാൻ സാധിക്കണം. ഈ സലാം ചൊല്ലത് നോക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സമാധാനം. അതേപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് ബർക്കത്ത് ഒരു ദുആ ഇതിക്കറു തിരിച്ചൊന്നും ആ ഒരു ദുആ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ വിഷയത്തിൽ നിങ്ങൾ മനസ്സിൽ പരസ്പരം കൊസി ഉണ്ടാക്കി കൊടുക്കുക സാധിക്കരുത്. അത് മാത്രമല്ല നിങ്ങൾ ഒട്ടിക്ക് ആൾമാരും ഓരോ നാൾ കണ്ടില്ലാണ്ട് അങ്ങനെ വിഷയത്തെ അന്വേഷിച്ചത് അങ്ങനെ വിട്ടു പോയിട്ട് അങ്ങോട്ടേക്ക് പൽക്ക വരരുത്. നിങ്ങളുടെ മനസ്സിൽ ഒരു കൊസി ഉണ്ടാക്കട്ടായിരിക്കും. അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ക്ലാസ് ആയിരിക്കുമ്പോൾ പറഞ്ഞാൽ ഒരാൾ കാണില്ല. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയാൾ അന്വേഷിച്ച് വരണു. അയാളുടെ നോക്കൊരു ചൊന്ത് കേട്ടപ്പോൾ അയാൾ ഇത് അന്വേഷിച്ചത് നോക്കിയിട്ട് അയാൾ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഹുജറാത്തിൽ ഒരു ആയത്ത് പഠിപ്പാടിയത് ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗണ്ട് റക്കാണ്ടി മേലെ നിങ്ങൾ സൗണ്ട് വരുമ്പോൾ തീരെ ചൊന്തു പഠിപ്പാട്ടിപ്പ ഇയാൾക്ക് ഒരു പേടിയായിട്ട് അയാൾ നാച്ചുറലി അയാൾ സൗണ്ട് വോയിസ് ജോറായിട്ടുണ്ട്. നോർമലി എല്ലാവർക്കും ഒരു വോയിസ് അതേ വോയിസിൽ അയാൾ നിർത്തിൽ ജോർ വോയിസ് ആയിട്ടുണ്ട്. ജോർ കേട്ട് അപ്പൊ അയാൾ ചൊന്തു ನಾನು ಬಂದಂಟೆಗೆ ನಾನು ಪಲ್ಕ ಬರೆಯೋದು ನಬಿರಿಯನ್ ಕಂಡಿ ಜೋರಾಗಿ പോയെങ്കിൽ ചൊന്തു പേടിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എത്രമാത്രം ശ്രദ്ധിച്ചാലും നോക്കൂ. ഞങ്ങളെ പള്ളിക്ക് എപ്പോഴും പണ്ടൊരാള് ഇന്നൊരു ജന്നാലെ ഇത് കാണില്ലെന്ന് ചൊന്തു എപ്പോഴും ചിന്തിച്ചിടണം. എപ്പോഴും ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാല് ഇന്ന് കണ്ടോണ്ടില്ലേ എന്ത് ഉഷാറില്ലമ്മ പ്രായത്തില്ലമ്മ അന്വേഷിച്ച് ഞങ്ങൾ ഔത്ത് പോയി നോക്കോ ശ്രദ്ധിച്ചിടമാ. നമുക്ക് അതിന് ടൈമില്ല, ഞങ്ങൾ ശ്രദ്ധിക്കോളും. ഞങ്ങൾ അവിടെ മുട്ട പോണം. എപ്പോഴും മീറ്റിംഗ് പണ്ടാള് ഇന്ന് കണ്ടോണ്ടില്ല, എപ്പോഴും കണ്ടോ ഇന്നാള് എപ്പോഴും പരസ്പര ചായ കുടിക്കുമെന്നാല് ഇങ്ങനെല്ലാം ചൊന്തു പരസ്പര പള്ളിയും അങ്ങനെ കണ്ടോണ്ടിരുന്നാല് ഇല്ലാണ്ടാവുമ്പോ നമ്മൾ പോയി തവണ കണ്ടിട്ട് അവന്റെ വിഷയാക്കി അവന് വേണ്ടി പ്രാർത്ഥിച്ചത് അവൻ എന്ത് വിഷയ റീസൺ നോക്കിയിട്ട് പണ്ടെങ്കിൽ അത് എത്രമാത്രം ഒരു വിശ്വാസ ഹൃദയത്തിൽ കൊസിയാക്കുന്ന വിഷയത്തിൽ ചൊന്തു നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം ഹൃദയത്തിൽ കൊസി ഉണ്ടാക്കുക സാധിക്കുന്ന ചൊന്തയിൽ നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത്തെ അതേ മനസ്സുകളിൽ ബേജാറും ടെൻഷനും അല്ല ഇക്കറി ഓരോ മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ ഈ ഒരു ബേജാറെല്ലാം ഇല്ലാത്താക്കും അല്ലെങ്കിൽ അതെല്ലാം ഇത് സേഫ് ആക്കും. പരസ്പരം അതിൽ ഒരു ഹെൽപ്പ് ആക്കും. നമുക്ക് ഏതെല്ലാം രീതിയിൽ സാധിക്കരുത് അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ദുനിയാവിലും പരലോകത്ത് നമുക്ക് ഉപകാരം കിട്ടുമ്പോൾ ഒരു വിഷയത്തിൽ നോക്കൊരു ആരും ചിലപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ആയിരിക്കും, ഫാമിലി മാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ ആയിരിക്കും, ബിസിനസ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചില ആൾമാർക്ക് പ്രോബ്ലംസ് ഇരിക്കും. നമുക്ക് ആ വിഷയത്തിൽ നല്ല നോളജ് ഉള്ള പോലെ ആയിട്ടിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി തങ്ങളോട്ടേക്ക് തെച്ച് തങ്ങളോട്ടേക്ക് ഒരു ഹെൽപ്പ് ആക്കല് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു പൽക്ക പറ അവർ പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ ചൊന്ന് കൊടുക്കല്. അല്ലാണ്ട് ഒരു രോഗിയായിട്ട് ഒന്ന് തെച്ച് നിൽക്കുമ്പോൾ അങ്ങനെ മുട്ട പോയിട്ട് ഒരു മനസ്സിൽ ഒരു കൊസി അവർ പോയിട്ട് ഒരു പൽക്ക ചൊന്ന് കൊടുക്കല്. ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുക്കല്. എത്രമാത്രം
സുബ്ഹാനഹു നല്ല വിഷയം. അപ്പൊ നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിന് ആ ബുദ്ധിമുട്ട് നീക്കിത് കൊടുക്കുക ആവലുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ കൂലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുർബി ദുനിയ നഫസ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ. ഒരാളുടെ പ്രോബ്ലം ദുനിയാവിലെ ഒരു പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടി ട്രൈ ആക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരലോകത്തുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു കഷ്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ നീക്കി തന്നു. പരലോകത്തെ കഷ്ടം ചെറിയ വിഷയമാണ്. ആർക്കും ഉപകാരാക്കുവാവട്ടെ, ഉമ്മമാർ പരസ്പരമായിട്ട് മക്കൾക്കാവട്ടെ പെഞ്ഞമാർ പരസ്പരം ആർക്കും ഉപകാരമായിട്ട് ഉപകാരം ആവാത്ത ഒരു നാളുണ്ട്. അതായത് നാളെ മടങ്ങിപ്പോണ്ട് ആ റബ്ബ് സുബ്ഹാനഹു മുറ്റത്ത് ആ അന്നത്തെ നാളിൽ അമലു സ്വാലിഹാത്ത് യൗമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു അണുമണി തൂക്കം പോലും അമലു സ്വാലിഹാത്ത് ആക്കി അത് കാണുന്ന ഒരു നാളുണ്ടല്ലേ, ആ അണ്ടത്തെ നാൾക്ക് വേണ്ടിയിട്ട് ആറ് പണിയെടുക്കാറാണ്. അണ്ടത്തെ നാള് ഞങ്ങളുടെ പ്രോബ്ലംസ് അല്ലാഹു സുബ്ഹാനഹു ഈസി ആക്കി തരും, സോൾവ് ആക്കി തരും. ഇഷ്ടപ്പെട്ട ആൾമാർ ഒരു വിശ്വാസിയുടെ ബാക്കിയുള്ള ആൾമാരുടെ പ്രോബ്ലംസ് സോൾവ് ആക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു അല്ലാഹു സഹായിക്കട്ടെ. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. അണ്ട് ഞങ്ങൾ അധ്വാനിച്ച സമ്പത്ത് നമുക്ക് ഉപകാരത്തിന് വേണ്ടില്ല, അണ്ട് ഞങ്ങളുടെ മക്കൾ നമ്മുടെ ഉപകാരത്തിന് വേണ്ടില്ല, അണ്ട് നമുക്ക് ഉപകാരത്തിന് വേണ്ടി ഖൽബിൻ സലീം സമാധാനമുള്ള പോലത്തെ ഹൃദയത്തിൽ ഇങ്ങനത്തെ ഓരോ നന്മലും ഇക്കറ പോലത്തെ ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു പരലോകത്ത് വിജയം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങളൊട്ടിക്കുള്ള ആൾമാരെ കഷ്ടത്തിൽ ഞങ്ങൾ ഒട്ടിക്കണം. അപ്പൊ നിങ്ങൾ ചൊല്ലത് അതുകൊണ്ട് സോനല്ലേ, അതുകൊണ്ട് ലൈഫ്, അതുകൊണ്ട് ഫാമിലി മാറ്റർ അല്ലേ, അതുകൊണ്ട് എന്ത് വേണം ആക്കട്ടെ. ഞങ്ങൾക്ക് അതിൽ ഇടയിൽ വെച്ചിട്ട് ഫാമിലി മാറ്റർ ഞങ്ങൾക്ക് അങ്ങനെ വിഷയങ്ങൾ വെച്ചിട്ട് മുഷാവറ കൂടി തങ്ങളൊട്ടി ഒരു നസീഹത്താക്കിയത് അതും ഒരു ശരിയാവട്ടെ. അത് എത്ര വലിയ ഹൈറായ വിഷയല്ലേ. ചില ആൾമാർ അങ്ങനത്തെ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ ബിസിയാക്കിയത് വിഷയത്തെ പ്രോബ്ലംസ് ചന്താക്കിയത് സോൾവ് ആക്കിയത് കൊടുക്കാൻ കപ്പാസിറ്റി ചില ആൾമാർക്ക് അങ്ങനെ നല്ല ചന്തത്തെ കൊണ്ടുപോകരുത്. അങ്ങനത്തെ ആൾമാർ ആ രീതിയിൽ ശ്രദ്ധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തന്ന കഴിവെന്താക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. മൂന്നാമത് ചൊല്ലുതഖദിയൻ കടത്ത് വിഷയത്തില് ബേജാറായിട്ട് ടെൻഷനായിട്ട് ആൾമാരിക്കാറ് ആരും കട എടുക്കരുത്. അങ്ങ് പേടിച്ചൊന്ന് കട എടുക്കാറല്ലേ. ആരും ഒരാൾ കടത്തിൽ കുടുംബം ചൊന്ന് ആരെയും കട എടുത്ത ആൾമാരുള്ളാണ് ഇല്ല. കുടുംബത്തെ എല്ലാം ഒന്നും ജനറേറ്റർ മുട്ടിക്കോ വേണ്ടിയിട്ട് കുടുംബത്തെ അപ്പുറം ഇപ്പുറം എല്ലാം റാഹത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് വേണ്ടി നിധിക്കുവാറ് കട എടുത്തത് നോക്കുമ്പോൾ ബിസിനസ്സിൽ യാറ് കുറടിയിട്ട് അങ്ങനെ കടത്തിലും ബുദ്ധിമുട്ടിലും കഷ്ടത്തിലിരിക്കുന്ന പോലത്തെ ആൾമാരൊട്ടിക ഞങ്ങൾ പോയിട്ട് ഹെൽപ്പ് ആക്കാം, ഞങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഹെൽപ്പ് ആക്കാവൂ. അങ്ങനെ കട എടുത്തുള്ള ആൾമാർ കഷ്ടത്തില് ഞങ്ങളുടെ ടൈം ആയിട്ടും തറവാകാവാത്ത ഒരു അവസ്ഥ അങ്ങോട്ട് പോയിട്ട് മുണ്ട എനിക്കിപ്പോ തറവാകാവില്ലുണ്ടെങ്കിൽ പിന്നെ തരല്ലേ. അങ്ങനത്തെ ഒരു വിഷയത്തിന് സ്നേഹത്താക്കലുണ്ടെങ്കിൽ അതും എത്ര നല്ല വിഷയം നമ്മൾ മനസ്സിലാക്കണം. ചില ആൾമാർ ഇങ്ങനത്തെ ഒരു കഷ്ടത്തിലേക്കും ഞങ്ങൾക്കൊന്നും മനസ്സറിഞ്ഞ ഒരു വിട്ടുകൊടുക്കുക ആവില്ലുണ്ടെങ്കിൽ ഞങ്ങളും ഇതേപോലത്തെ ഒരു കഷ്ടത്തില് കുടുങ്ങനെ ഞങ്ങൾക്ക് ചൊല്ലുക ആർക്ക് ധൈര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്കൊരു സ്വഹാബത്തിന്റെ ചരിത്രം നോക്കലുണ്ടെങ്കിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. നോക്കൊരു അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാ വിഷയം തന്നത് ഒന്നാമത് അങ്ങ് മനസ്സിലാക്കണം. ഞങ്ങളുടെ കയ്യിൽ എന്ത് ഇന്നുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹു തന്നായിരിക്കും. എല്ലാവരും ഏതും ഒരു ഉറുപ്പ്യ പോലും ഞങ്ങൾ എന്താക്കില്ല അങ്ങോട്ട് എടുത്തോൻ പോണില്ല. ആ ഒരു വിഷയം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതേ ഞങ്ങൾ മനസ്സിലാക്കണം. ജാബിർ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചൊല്ലത് അതായത് അയാളുടെ കട എടുത്തോൻ പോയിട്ട് അയാളുടെ ആ ടൈം എത്തിയതും അയാള് ഈ B29 ಅದಕ್ಕೆ ಅಯಾಲ ನೀಟ್ ಆಗಿ ಎರಡು ಚೊಂತು ನೀವು ಎಂದ ಹಾಕೋರು ನೀವು ತೆಲ್ಲು ಎಕ್ಸ್ಟೆಂಡ್ ಹಾಕೋರು ನೆಕ್ಸ್ಟ್ ಮಂತ್ ಅವರ ನೀವು ತೆಲ್ಲು ಟೈಮ್ ಡಿಲೇ ಹಾಕಿದ್ದು ಕೊಡ್ತೀವಿ. ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರಹಿಮಲ್ಲಾಹ್ ಅಯಾಲ್ಗೆ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ റഹ്മത്ത് ആയിട്ട് കൊടുക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന കിട്ടിയപ്പോൾ ആത്മഹത്യ അപ്പോൾ ഒരു കടത്ത് ടൈം എത്തിയിട്ടും ഞങ്ങൾക്ക് പിന്നെ ടൈം എക്സ്റ്റെൻഡ് ആക്കിയത് കൊടുക്കണ്ടെങ്കിൽ അതിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കിട്ട ആൾമാർ കൂട്ടം ഞങ്ങൾ പെടുവാ ചൊന്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടെ ഒന്ന് പ്രത്യേകിച്ച് പിന്നെ ഒന്ന് ശ്രദ്ധിക്കുള്ളത് കട എടുക്കുന്ന ആൾമാർ അത്രയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ കടത്ത വിഷയത്തിൽ പോകണം. കടത്ത വിഷയത്തിൽ ചമ്മ ജാഗ്രത ആക്കണം. അതൊരു ചെറിയ വിഷയമല്ല. അതൊരു വിഷയത്തിൽ ചമ്മ നമ്മൾ മനസ്സിലാക്കും പഠിക്കുള്ള വിഷയത്തിൽ അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ അങ്ങനെ ഇന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഇത് വീട്ടൊക്കെ ആ ഒരു ചൊത്തിന് മാത്രമേ എന്താക്കണം കണ്ടെടുക്കണം. ഇനി എടുത്തത് കുടുങ്ങിയ പോലത്തെ ആൾമാർക്ക് നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് സഹായിക്കാവോ ആ രീതിയിൽ നമ്മൾ സഹായിക്കണം. നോക്കൂ അതിൽ പ്രത്യേകിച്ച് നമുക്ക് അബൂ ഖത്താദ റഹ്മത്തുള്ളാഹി ഒരു സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരിക്കും
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാലത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഒരു വിഷയത്തിൽ കാണാൻ സാധിക്കും. അതായത് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഒരാൾ കട എടുത്തു പോയി തിന്നു. അപ്പൊ അയാളുടെ കട എടുത്ത ആൾമാർ അയാൾ എന്താക്കിയത്, കട കൊടുത്ത് വീട്ടോടെ ടൈം ആയി തിന്ന് അയാൾ ഒളിച്ചിത് കളിച്ചോണ്ടിരിക്കുമ്പോൾ തുറന്നാൽ യാദർശികത കിട്ടിയത്. അപ്പൊ കേട്ടത്, നാണ് കട എടുത്തത് തറവുള്ള ടൈം ആയിരുന്നു, പിന്നെ നിങ്ങൾ കാണുമ്പോൾ ഒഞ്ചൊണ്ടിന്ന് കൊടുക്കുള്ള ടൈം ആയിട്ട് അല്ലെങ്കിൽ ടൈം ആയിട്ട് നല്ലോട്ട് കാശില്ല കഷ്ടത്തില്. അപ്പൊ അയാൾ കത്താതെ കേക്കരുത്, അതായത് നിങ്ങക്ക് ടൈം ആയിട്ട് നിങ്ങൾ തറവ് കഷ്ടത്തിലുള്ളത് ഒക്കെ ചൊന്ന് കേട്ടത് ചൊന്ത് വല്ലാഹി നന്നോട്ട് ഭാര്യ കഷ്ടത്തിലുള്ള ചൊന്ന് ചൊല്ലുമ്പോ അയാൾ ചൊല്ലത് എന്തായിരിക്കരുത്, നിങ്ങൾ എന്താക്കോ ഈ വിഷയത്തില് ഇത് നിങ്ങൾക്ക് ഞാൻ എഴുതി തന്നെ ചൊന്നായിരിക്കരുത്, നിങ്ങൾ റിട്ടേൺ തരണ ചൊന്നുള്ള വിഷയത്തില് അയാൾക്ക് എന്താക്കരുത് വിട്ടുകൊടുക്കുന്ന ചൊന്നായിരിക്കരുത് കാണാൻ സാധിക്കും. അതിൽ പിന്നെ അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാത്രം കൊണ്ട് ഓരോ വിഷയത്തിലാണ് എഴുതി ചൊല്ലുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സുന്നത്തും ഫോളോ ആക്കുന്നതും ഇങ്ങനെ ഒരു സുന്നത്തുണ്ട് ചൊല്ലുള്ള വിഷയത്തിൽ ഞങ്ങൾ മനസ്സറിഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ആരെങ്കിലും ഒരാൾക്ക് കട എടുത്തിട്ടുള്ള ആൾമാർ ഇങ്ങനെ അയാൾക്ക് കടത്ത് നീട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കൂലിയുള്ളതായിരിക്കും. അതല്ലാണ്ട് സ്വതക്കായിട്ട് അയാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഏറ്റവും വലിയ കൂലിയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആയത്ത് ഓതി നമുക്ക് പഠിപ്പാട്ടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇങ്ങനെ വിഷയത്തിൽ ഖത്താദ റഹിമഹുല്ലാഹ് പോലത്തെ ഒരാളാവും നമുക്ക് ആവരുണ്ടെങ്കിൽ അങ്ങനെ ആവണം. അല്ലെങ്കിൽ നമുക്ക് ഒരു ടൈം എക്സ്റ്റെൻഡ് ആക്കി കൊടുക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ വിശ്വാസിന് മനസ്സിൽ ഒരു കൊസി ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പര ആത്മാന മനസ്സിൽ കൊസി ഉണ്ടാക്കി കൊടുക്കും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. വിശ്വാസിന്മാരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവനത്തെ എല്ലാ സന്ദർഭത്തിലും ഉറപ്പോലെ തഖ്വയുള്ള ജീവനം മുന്നോൽക്കും പോഞ്ചെത്തും ഒന്നുകൂടി നൽപാക്കേണ്ടുള്ള വസിയത്താക്കേണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവനനുസരിച്ചിട്ട് മുത്തഖിയെ ചെയ്യും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ചൊന്നു വന്നത് ഇത് ഖാലു സുറൂറു അലൽ മുസ്ലിം, ഒരു മുസ്ലിം ആയിട്ടുള്ള മനസ്സിൽ കൊസിയിട്ടത് കൊടുക്കുന്ന വിഷയത്തിലായിരിക്കും നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുള്ളത് തദ്റുദു അൻഹു ജുഅൻ, അതായത് ഒരാൾ പൈച്ചിട്ട് ഇക്കറ ആൾമാർക്ക് അങ്ങനെ പസി നീട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരസ്പരം തിന്നുപാട്ടുള്ള വിഷയത്തിലായിരിക്കും. ഈ വിഷയത്തില് ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് സുബൈക്കത്തെ നിസ്കാരത്തിൽ ഇമാം ഓതുന്നത് ആ സുന്നത്തായിട്ടുള്ള ഓതുന്ന ആയത്ത് ഞാൻ കേട്ടിരിക്കുക. അതായത് വയുദ്ഉമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമ, അതായത് പാവപ്പെട്ട ആൾമാർക്ക് അവരുടെ സമ്പത്തിന്തും നിങ്ങൾക്ക് ಅದರ വിഷയത്തിൽ പിർസെന്തും അത് വിശ്വാസിയായിട്ടുള്ള ആൾമാർ എന്താക്കാറ് അതങ്ങനെ പാവപ്പെട്ട മിസ്കീനായിട്ടുള്ള യതീമായിട്ടുള്ള ആൾമാർക്ക് എന്താക്കാറ് അങ്ങനെ ചെലവാക്കാറ്. അങ്ങനെ മനസ്സിൽ ഒരേ വ്യാപാരം إلا لوجه الله لا نريد منكم جزاء ولا شكورا. അങ്ങനത്തെ ഒന്നും ആഗ്രഹിക്കില്ല, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒന്നേ റബ്ബിന്റെ കൂലി ആഗ്രഹിച്ചിട്ട് അങ്ങനെ ചെലവാക്കുന്ന പോലത്തെ ആൾമാരായിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, സ്വർഗത്തെ കൂട്ടത്തെ ആൾമാരെന്താക്കാറ് അള്ളാഹുടെ മാർഗത്തില് അങ്ങ് ധാരാളമായി ചെലവാക്കുന്ന ആൾമാരായിരിക്കും. അതൊരു നിങ്ങൾക്ക് അള്ളാഹുടെ മാർഗത്തിൽ ഏറ്റവും രീതിയിൽ ഇന്ന് ചൂട് കാലായിരിക്കണം. പരസ്പര ആൾമാർ ഒരു ഗ്ലാസ് തണ്ണി കൂടി പാട്ടുണ്ടെങ്കിൽ ഏറ്റവും സഖിയുൽമാവുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വന്തത്തിൽ പെട്ടതായിരിക്കും. ആൾമാർ കൂടി പാട്ടുന്നതും തിന്നുപാട്ടും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായിരിക്കും. അവർ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കൊണ്ടായിരിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റഹിമഹുല്ലാഹ് ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. എത്രമാത്രം ആൾമാർക്ക് തിന്നുപാട്ടുള്ള വിഷയത്തിൽ സ്വഹാബിനെ ശ്രദ്ധിച്ചൊരാളുണ്ട്. അവർക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റഹിമഹുല്ലാഹ് നമുക്ക് ചരിത്രത്തിൽ കേട്ട സ്വഹാബിയെ വിശദീകരിക്കുമ്പോഴില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോലത്തെ ഒരാളെ അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഔത്തുൽ ഭാര്യ കഷ്ടം അങ്ങനെ പിന്നെ ഈ ഭാര്യ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വിഷയത്തിൽ ചൊന്തു ഭാര്യ ഔത്ത് കഷ്ടമുണ്ട് പൈക്കറ് അയങ്ക ഒരു തപ്പിത് നോക്കുന്നുണ്ടെങ്കിൽ ഔത്തുലത്തിൽ ഡബ്ബിൽ പൈസ അതെടുത്തിട്ട് ചൊന്തു നീ ഇത് പോയിട്ട് മാർക്കറ്റിൽ ഞാൻ തിന്നോ എടുത്തോ പോകും. അങ്ങനെ പിരിസത്തിൽ പെഞ്ഞായി വേണ്ടി ഓർമാമ്പല പെഞ്ഞായി ചൊന്ന സഭയിൽ എടുത്തോ പോകും. നടുള്ള ഒരാൾ കൈക്ക് അഡ വെച്ചത് ചൊന്തു ഭാര്യ കഷ്ടത്തിലുണ്ട് പൈക്കറ് തിന്നോകില്ല എന്തെങ്കിലും ഒന്ന് ഹെൽപ്പാക്കോ സാധിക്കണം. ഇയാൾക്ക് എന്ത് ചൊല്ലോകില്ല മനസ്സറിഞ്ഞിട്ട് അയാൾ കയ്യിൽ ഊർമാമ്പലത്ത് പൊട്ടുപാട്ടിട്ട് അതിൽ എനിക്ക് ഒന്നൊന്ന് എടുത്തത് അയാൾക്ക് തിന്നുപാട്ടി തയ്ത്തിക്കൽ ഔത്ത് പോയത് ഔത്ത് പോയി ഇങ്ങനെ വിശ്വസിച്ചു നിന്റെ
കൊമ്പ് കാസ് നിങ്ങൾക്ക് വേണ്ടി കൊമ്പറുള്ള വിഷയത്തിൽ നാ നടുവിൽ പറഞ്ഞത് ഇങ്ങനത്തെ ഇൻസിഡന്റ് ആയിട്ട് അപ്പോൾ ചൊന്നൊരു അവസ്ഥ ഉണ്ട് നിങ്ങൾ അത് മാത്രം അങ്ങ് കൊടുക്കാതെ നിങ്ങൾ അത് കൂടെ കൊമ്പുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാവില്ല നിങ്ങൾ അവിടെ എന്തായിട്ട് ചെലവാക്കിയത് അയാൾ കൊടുത്തമ്മ അത് കൂടെ ನಾನು ಬಾರಿ ಖುಷಿಯುಳ್ಳ ಜೊತೆ ಇದ್ದೀವಿ ಸಿರುನ ಅಲಾ ಅನ್ಫುಸಿಹಿಮ್ ವಲೌ ಕಾನ ಬಿಹಿಮ್ ಖಸರಸ അങ്ങനെ സ്വന്തം നഫ്സ് ഇഷ്ടിന്റെ പോലത്തെ വസ്തു പോലും അങ്ങനെ ആൾമാർക്ക് ചെലവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന അനുഗ്രഹിക്കട്ടെ. എസ്പെഷ്യലി ഒന്ന് ನೆನಪಾಕೊಳ್ಳ നിങ്ങൾ സൗദിയിൽ പോയിട്ടില്ല ഉംറയിൽ പോയിട്ട് അവിടുത്തെ ആൾമാർ ആ ഹറമറെ ചുറ്റുമുത്തಲು ಕಾಣು ಬಂದಾರ ಅಲ್ಲಾಹ್ ಅವರ ಮಾರ್ಗಕ್ಕೆ ചെലവാക്കുന്ന ആൾമാർക്ക് തിന്നുവാട്ടർ വിഷയത്തിൽ സുബൈഗും ഉച്ചക്കും ജാവും ടൈം ഇല്ലാതെ കണക്കും കൈയില്ലാത്ത ആൾമാർക്ക് വേണ്ടി ചെലവാക്കുന്ന എത്ര ആൾമാർ കാണുമോ സരി അത് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫീൽ ആവും ഞങ്ങൾ എന്തുമാക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മാർഗത്തിൽ ചെലവാക്കുക ആൾമാർക്ക് തിന്നുപാട്ടുക ആൾമാർ കുടിപ്പാട്ടുക അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് തന്ന അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചിലപ്പോൾ ഗൾഫിലുള്ള പള്ളി പോയി നിങ്ങൾ ചിലപ്പോൾ കാണും പള്ളിയിൽ എല്ലാ മൂലയിലും ഫ്രിഡ്ജ് വെച്ചിട്ട് അവിടെ അട്ടി തണ്ണി വെച്ച് നിൽക്കുന്നത് വന്ന ആൾമാർക്ക് തണ്ണി കുടിപ്പാട്ട് വന്ന ആൾമാർക്ക് ഈത്തപ്പഴം തിന്നുപാട്ട് അങ്ങനെ എത്ര ആൾമാർ തിന്നുപാട്ടോ കുടിപ്പാട്ടോ ശ്രദ്ധിക്കണം. ഞങ്ങളും ആ ഒരു വിഷയത്തിൽ മുന്നോട്ട് പറഞ്ഞു ചൊന്തു ഈ ഒരു ഖുത്ബത്തിൽ നെനപ്പാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പര വിശ്വാസിമാർ മുസ്ലിമായിട്ടുള്ള ആൾമാർക്ക് മനസ്സിൽ കൊശിയിട്ട് കൊടുക്കും അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് തന്ന അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പര വിശ്വാസികൾ മനസ്സിൽ കൊശിയിട്ട് കൊടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ മുന്നോട്ട് പറയും അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് തന്ന അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിശ്വാസികളെ മുസ്ലിമായിട്ടുള്ള ആൾമാരെ കഷ്ടത്തെ നീക്കാക്കൂ അല്ലെങ്കിൽ അത് ഈസി ആയി കൊടുക്കൂ നമുക്ക് ആ ഒരു രീതിയിൽ പരിശ്രമിക്കൂ പ്രവർത്തിക്കൂ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന അനുഗ്രഹിക്കട്ടെ. കടത്തെ വിഷയത്തിൽ പ്രയാസപ്പെട്ട ആൾമാർക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് സഹായിക്കുക ആ വിഷയത്തിൽ സഹായിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മാർഗത്തിൽ ചെലവാക്കുക അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കൊടുത്ത് കടത്തിൽ പ്രയാസപ്പെട്ട ആൾമാർ അല്ലാഹു ഞങ്ങളെ കടത്തെ ഏറ്റവും വേഗത്തിൽ വീട്ടുക അല്ലാഹു നമുക്ക് തൗഫീഖും അങ്കും തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കൂടുതൽ മറിച്ച് പോയിട്ട് ഞങ്ങളുടെ കുടുംബത്തെ ആൾമാർ ഞങ്ങൾ വേണ്ടപ്പെട്ട ആൾമാർ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമ തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷത്തിൽ അല്ലാഹു ബർക്കത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ലുന്നു മരിക്കും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു ദീനിന്റെ വിഷയത്തിൽ ആർ പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ربنا تقبل منا انك انت السميع العليم ربنا تقبل صيامنا وقيامنا وسائر اعمالنا اللهم لا تجعل اعمالنا هباء منثورا اعمالنا قليلا حسناتنا قليلا لكن رحمتك اكبر لكن عفوك اعظم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم.